ഹലോ, എല്ലാവർക്കും ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ കേറ്റഡ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസിന്റെ ആൻസർ കീ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ജസ്റ്റ് നമുക്ക് ആൻസേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസും മറ്റും നമുക്ക് വരും ദിവസങ്ങളിൽ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് എക്സാം എഴുതിയെന്ന് വിചാരിക്കുന്നു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഈസി അല്ല, എന്നാൽ ഒരുപാട് ഭയങ്കരമായിട്ട് ടഫ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ അതുമല്ലായിരുന്നു. ഒരു മീഡിയം ടു ഒരു എബോവ് മീഡിയം റേഞ്ചിലായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. അപ്പം എല്ലാവരും നന്നായിട്ടൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ ഒരു ടെൻഡേറ്റീവ് കീ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒഫീഷ്യൽ കീ വരുന്ന സമയത്ത് ചില ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ഈ കീസ് പറയുന്ന സമയത്ത് ആൻസേഴ്സ് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര സ്കോഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കമന്റ് ചെയ്തേക്കുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് BT കോട്ടൺ ഈസ് റെസിസ്റ്റന്റ് ടു എന്നുള്ളതാണ് അല്ലെ. BT കോട്ടൺ എന്തിന് റെസിസ്റ്റന്റ് ആയിരുന്നു എന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം BT കോട്ടൺ എന്ന് പറയുന്നത് ഇൻസെക്ട് റെസിസ്റ്റന്റ് ആണ്. സോ 71 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. Then 72ലേക്ക് പോകുമ്പോൾ the statement birds are glorified reptiles was made by അല്ലെ, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ബേർഡ്സ് ആർ ഗ്ലോറിഫൈഡ് റെപ്റ്റൈൽസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. സോ ബേർഡ്സ് എന്നൊക്കെ കാണുമ്പോൾ ഫസ്റ്റ് നമുക്ക് സലീം അലിയിലേക്ക് പോകാൻ തോന്നും, പക്ഷെ അല്ല. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഹക്സ്ലി ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. സോ 72D ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ ബേസ് ലെവലിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ഇൻക്ലൂഡ്, അതായത് നമ്മുടെ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ തൈമസും ബോൺ മാരോയും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് നമ്മൾ പറയുന്നത്. 74ാമത്തെ ക്വസ്റ്റ്യൻ ആനുവൽ റിംഗ് ഫോം ഡ്യൂ ടു അല്ലെ, ആനുവൽ റിംഗ് ഫോം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നാണ്. സെക്കൻഡറി ഗ്രോത്ത് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് 75ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 75ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. നമ്മൾ എപ്പോഴും പറയാറുണ്ട് എക്സാമിന് മുമ്പായിട്ട് ഹോർമോണുകളും ഗ്ലാൻഡുകളും വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്ന്. ആ ഒരു ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഹോർമോണുകളെയും ഗ്ലാൻഡുകളെയും സംബന്ധിച്ച് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആണ് കണ്ടെത്തേണ്ടത്. കറക്റ്റ് ഡി ആണ്. തൈറോയ്ഡ് ഗ്ലാൻഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഫോളിക്കിൾസ് ആൻഡ് സ്ട്രോമൽ ടിഷ്യൂസ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ 75D ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Now 76 നോക്കാം. Which of the following best describe collateral vascular bundle in dicot stem? ഡൈക്കോട്ട് സ്റ്റെമ്മിലെ വാസ്കുലാർ ബണ്ടിൽസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് കറക്റ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബി ആണ്. സൈലം ഇന്റേണലി ഉണ്ട്, ഫ്ലോയം എക്സ്റ്റേണലി ഉണ്ട്. രണ്ടിനും ഇടയിലായിട്ട് നമുക്ക് ക്യാമ്പിയം കാണാനായിട്ട് സാധിക്കും. ഇത് ജസ്റ്റ് കീകൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻസ് ഒഫീഷ്യൽ കീ ഒക്കെ വന്നതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ദെൻ 77 എന്ന് പറയുന്നത് ആന്തർകൾച്ചർ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ഏത് എന്നുള്ളതാണ്. 77A ആണ് ആൻസർ. ഡിറ്റ്യൂറ ഇനോക്സേ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ 78th ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ദ പ്രൊജക്ഷൻ ഇൻ റീനൽ പെൽവിസ് ആർ കോൾഡ്. റീനൽ പെൽവിസിലെ പ്രൊജക്ഷനെ വിളിക്കുന്ന പേര് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്. ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി 79th ക്വസ്റ്റ്യൻ, ഇത് എഴുതി കഴിഞ്ഞപ്പോൾ പലർക്കും ചെറിയ രീതിയിൽ കൺഫ്യൂസിംഗ് ആയി തോന്നിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ് നോട്ട് ആൻ എഫക്ട് ഓഫ് സോയിൽ പൊല്യൂഷൻ. സോയിൽ പൊല്യൂഷന്റെ എഫക്ട് അല്ലാത്തത് ഏത് എന്നാണ്. പലർക്കും എയും ബിയും തമ്മിൽ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നി. നമുക്ക് ഒഫീഷ്യൽ കീ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. എങ്കിലും സോയിൽ പൊല്യൂഷന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ല എന്തെന്ന് പറയുന്നത് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. അത് എയർ പൊല്യൂഷന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ചാൻസ് ആസിഡ് റെയിനാണ് ഉള്ളത്. എന്നിരുന്നാലും ഡീഫോറസ്റ്റേഷനും പലരും ഡൗട്ടായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് 18th ക്വസ്റ്റ്യൻ ആണ്. ഫംഗസ് റീപ്രൊഡ്യൂസ് അസെക്ഷുവലി ത്രൂ ദ ഫോർമേഷൻ ഓഫ് കൊനീഡിയ. കൊനീഡിയ വഴി അസെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന, കൊനീഡിയ സ്പോർസ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗസ് ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പെൻസീലിയം ആണ്.
റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ 81 ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റർകൈനസിസ്. ഇന്റർകൈനസിസ് ഇസ് എ സ്റ്റേജ് ബിറ്റ്വീൻ, നമ്മുടെ സെൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇന്റർകൈനസിസ് എന്ന് പറയുമ്പോൾ മിയോസിസ് 1നും മിയോസിസ് 2നും ഇടയിലുള്ള ആ ഒരു പാർട്ടാണ്. അപ്പോൾ അത് എക്സാക്ട് പറയുകയാണെങ്കിൽ ടീലോഫേസ് 1നും അടുത്ത പ്രോഫേസ് 2നും ഇടയിലാണ് എന്തെന്ന് പറയുന്നത്, ഇന്റർകൈനസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് 82 നോക്കാം. ഇതും സ്ഥിരമായി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതും. ആൻ ഓട്ടോസോമൽ റെസസീവ് ഡിസീസ് കോസ്ഡ് ബൈ പോയിന്റ് മ്യൂട്ടേഷൻ. ഓട്ടോസോമൽ റെസസീവ് ഡിസീസ് ആണ്, പോയിന്റ് മ്യൂട്ടേഷൻ വഴി ഉണ്ടാവുന്നത്. സിക്കിൾ സെൽ അനീമിയയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 83 ആണ്. ദ മെയിൽ ആൻഡ് ഫിമെയിൽ അസ്കാരിസ് റെസ്പെക്റ്റീവ്ലി ഹാവ്. റീപ്രൊഡക്റ്റീവ് ഓർഗനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അസ്കാരിസിലെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം 2 ഓവറീസ് ഉണ്ടല്ലേ. സോ 1 ടെസ്റ്റിസും 2 ഓവറീസുമാണ് എന്തെന്ന് പറയുന്നത്, അസ്കാരിസിലെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 84th ക്വസ്റ്റ്യൻ ആണ്. ക്ലോറോസിസ്. Yellowing of leaf is caused the deficiency of all except ആണ് ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ആൻസർ എഴുതരുത്, ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചിട്ട് എഴുതാൻ ശ്രമിക്കുക. Yellowing of leaf caused deficiency of except ഏതാണ്? കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഡി, കാൽസ്യം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് വേഗത്തിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 85 ആണ് അടുത്ത ക്വസ്റ്റ്യൻ. അഗെയിൻ ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ട്രാൻസ്പിറേഷൻ പുള്ളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അസേർഷനും അതിന്റെ ഒരു റീസണും തന്നിട്ടുണ്ട്. ഞാൻ ട്രാൻസ്പിറേഷൻ പുൾ ഈസ് ദ പ്രൈമറി ഫോഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദി അസെന്റ് ഓഫ് സാപ്പ് ഇൻ ടോൾ ട്രീസ്. ഇറ്റ് ജനറേറ്റ് നെഗറ്റീവ് പ്രഷർ ഇൻ ലീഫ് സൈലം പുള്ളിംഗ് വാട്ടർ അപ്വേർഡ് ത്രൂ എ കണ്ടിന്യൂസ് കോളം. ഇതാണ് അസേർഷനും റീസണും തന്നിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻസും ഉണ്ട്. അതിൽ കറക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? അതായത് നമ്മുടെ 85ാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആണ്. എയും അതായത് അസേർഷനും റീസണും കറക്റ്റ് ആണ്. അതുപോലെ തന്നെ റീസൺ ആണ് എന്ത്, കറക്റ്റ് ആയിട്ട് അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടും ഉണ്ട്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എ ആണ്, 85 എന്ന് പറയുന്നത്. നെക്സ്റ്റ് 86 നോക്കാം. ദ മാംഗ്രോവ് എക്കോസിസ്റ്റം ഇൻഹാബിറ്റഡ് ബൈ ദി റോയൽ ബംഗാൾ ടൈഗർ ഈസ് അഗെയിൻ ബി ആണ്, സുന്ദർബൻസ് നാഷണൽ പാർക്ക് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് 87 അഗെയിൻ അതെന്താണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൈമറി സക്സഷൻ, വളരെ ബേസ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പ്രൈമറി സക്സഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സക്സഷൻ ആണല്ലേ, മുന്നേ ഒരു ജീവനും ഇല്ലാത്തൊരു സ്ഥലത്ത് പുതിയതായിട്ടുണ്ടാവുന്നത്. സോ അതെവിടെയായിരിക്കും? ബെയർ റോക്കിലായിരിക്കും പ്രൈമറി സക്സഷൻ നടക്കുന്നത്. സോ 87 എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സി ആണ്, റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് 88ലേക്ക് പോകാം. വിച്ച് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഫോസ്ഫോറൈലേഷൻ ഈസ് കറക്റ്റ്? അല്ലെ, ഫോസ്ഫോറൈലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് റൈറ്റ് ആയിട്ടുള്ള ആൻസർ സി ആണ് അല്ലെ. ഫോട്ടോലിസിസ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നത് PS2 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ്. കുറച്ചധികം സ്റ്റേറ്റ്മെന്റുകൾ അല്ലെ, വേരിയസ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നും കുറച്ചധികം സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് റാഡുല ഈസ് എ ഫീഡിംഗ് ഓർഗൻ എന്നുള്ളതാണ്. ഡി ആണ് 89 അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് 19 നമുക്ക് നോക്കാം. ഇൻ വിച്ച് പ്ലാന്റ് ഗ്രൂപ്പ് ഈസ് ദി ഹാപ്ലോയിഡ് ഗെമിറ്റോഫൈറ്റിക് ഫേസ് ഡോമിനന്റ്, വാസ്കുലർ ടിഷ്യൂ ആബ്സെന്റ് ആൻഡ് ദ സ്പോറോഫൈറ്റ് ന്യൂട്രീഷണലി ഡിപ്പെൻഡ് ഓൺ ദി ഗെമിറ്റോഫൈറ്റ്. അതായത് കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ടല്ലേ. ഏതോ ഒരു പ്ലാന്റ് ഗ്രൂപ്പിൽ എന്തില്ല, വാസ്കുലർ ടിഷ്യൂസ് ആബ്സെന്റ് ആണ്. അപ്പൊ തന്നെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ടെറിഡോഫൈറ്റ്സിനെ എലിമിനേറ്റ് ചെയ്ത് കളയാം. അതുപോലെ തന്നെ ജിംനോസ്പേംസിനെയും എലിമിനേറ്റ് ചെയ്ത് കളയാം. പിന്നുള്ളത് ബ്രയോഫൈറ്റും ടാലോഫൈറ്റുമാണ്. അതിൽ തന്നെ ഗമിറ്റോഫൈറ്റ് ഡോമിനന്റ് ആയിട്ടും സ്പോറോഫൈറ്റ് അതില് ന്യൂട്രീഷണലി അല്ലെ, ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഗമിറ്റോഫൈറ്റിക് ഫേസ്, അതില് സ്പോറോഫൈറ്റ് എന്താണ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളത് ഏത് പ്ലാന്റ് ഗ്രൂപ്പിലാണ്? കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രയോഫൈറ്റുകളിലാണ്. സോ 19 ആൻസർ എന്ന് പറയുന്നത് ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.
നെക്സ്റ്റ് നമ്മുടെ കൺസർവേഷൻ ബയോളജിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ്. റെഡ് ഡേറ്റ ബുക്ക് അല്ലെ, മിക്കപ്പോഴും ചോദിക്കുന്നതാണ് IUCN അഥവാ റെഡ് ഡേറ്റ ബുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ. റെഡ് ഡേറ്റ ബുക്ക് കീപ്സ് എ റെക്കോർഡ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. റെഡ് ഡേറ്റ ബുക്ക് എന്ത് റെക്കോർഡാണ് സൂക്ഷിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? സി ആണ്. അതായത് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ കുറിച്ചും എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ആനിമൽസിനെ കുറിച്ചിട്ടുമുള്ള റെക്കോർഡാണ് എന്ത് സൂക്ഷിക്കുന്നത്? നമ്മുടെ റെഡ് ഡേറ്റ ബുക്ക് സൂക്ഷിക്കുന്നത്. നെക്സ്റ്റ്, ഫസ്റ്റ് വാസ്കുലാർ പ്ലാന്റ്സ്, ആദ്യത്തെ സൈലവും ഫ്ലോയവും ഉള്ള പ്ലാന്റുകൾ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടെറിഡോഫൈറ്റ്സ് ആണ്. ഇത് വളരെ ബേസ് ലെവലിലുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു. നെക്സ്റ്റ് നോക്കാം, സെക്കൻഡറി ഗ്രോത്ത് ഫെയിൽ ടു ഒക്കർ ഇൻ മോണോകോട്ട് സ്റ്റെം. സെക്കൻഡറി ഗ്രോത്ത് നമുക്കറിയാലേ ഡൈക്കോട്ടിന്റെ ഒരു മെയിൻ ഫീച്ചർ ആണ്. മൊണോകോട്ടില് സ്റ്റെമ്മിൽ കാണാറില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? അവിടെ കാംബിയം ആബ്സെന്റ് ആണ്. നോ കാംബിയം ലെയർ ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം. സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിൽ കാംബിയം ലെയർ ഇല്ലാത്തത് മൂലമാണ് എന്ത് അവിടെ നമ്മുടെ മൊണോകോട്ടില് ഈ ഒരു സെക്കൻഡറി ഗ്രോത്ത് ഫെയിൽ ആയിട്ട് പോകുന്നത്. സോ കറക്റ്റ് ആൻസർ ബി ആണ്. ഇനി നമ്മുടെ എന്താണ് മോർഫോളജിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ്. വേൾഡ് ഫിലോടാക്സി ഒക്കേഴ്സ് ഇൻ. വേൾഡ് ഫിലോടാക്സി എന്ന് പറയുമ്പോൾ എന്താണ്? ലീഫിന്റെ അറേഞ്ച്മെന്റ് ആണല്ലേ. അത് ഏതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീരിയമാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. 94 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? എ, നീരിയം ആണ്. സോ നമുക്ക് 95th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ABA mediated stomatal closure occurs due to. ഇതും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. എന്താണ്? ഹോർമോൺസ്, പ്ലാൻ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ അബ്സിസിക് ആസിഡിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ മെയിൻ ഒരു ഫംഗ്ഷൻ ആണ് നമുക്കറിയാം അല്ലെ, സ്റ്റൊമേറ്റയുടെ ക്ലോഷ്യർ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എഫ്ലെക്സ് ഓഫ് K+ ഫ്രം ഗാഡ് സെൽസ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് 96th ക്വസ്റ്റ്യൻ ആണ്. ഫോസ്ഫോറൈലേഷൻ ദാറ്റ് പ്രൊഡ്യൂസ് ഓൺലി ATP. ATP പ്രൊഡ്യൂസ് ചെയ്യും ബട്ട് നോ NADPH ഒക്കർ ചെയ്യാത്തത് ഏതാന്ന് ചോദിച്ചാൽ സൈക്ലിക് ഫോസ്ഫോറൈലേഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 97th ക്വസ്റ്റ്യൻ നോക്കാം. മാൽപീജിയൻ ബോഡി ഈസ് എ പാർട്ട് ഓഫ് അല്ലെ. മാൽപീജിയൻ ബോഡി എന്തിന്റെ പാർട്ടാണ്? വളരെ സിമ്പിൾ ആണ്, കിഡ്നിയുടെ പാർട്ടായിട്ടാണ് മാൽപീജിയൻ ബോഡി ഉള്ളത്. നെക്സ്റ്റ് 98th നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് ടിനോഫോറ. ടിനോഫോറയെ കുറിച്ചിട്ട് കുറച്ചധികം സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ ഇൻകറക്റ്റ് ആണ് കണ്ടെത്തേണ്ടത്. ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ എക്സിബിറ്റ് 2 ബേസിക് ബോഡി ഫോംസ്, പോളിപ്പ് ആൻഡ് മെഡൂസ. പോളിപ്പ് ആൻഡ് മെഡൂസ ഒരിക്കലും ടിനോഫോറയുടെ അല്ല, നിഡേറിയയുടെ ഫീച്ചർ ആണ്. സോ അതാണ് അവിടെ റോങ് ആയിട്ട് ഉള്ളത്. നെക്സ്റ്റ് 99 എഗെയിൻ പ്ലാന്റ് ഹോർമോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്സിൻ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തിനെയാണ്? എപ്പിക്കൽ ഡോമിനൻസിനെയാണ് ഓക്സിൻ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്, ചോദിക്കുന്നതാണ്. ദ മോസ്റ്റ് പോപ്പുലർ ബ്ലഡ് ഗ്രൂപ്പിംഗ് ഈസ് ABO ഗ്രൂപ്പിംഗ്. O ഇൻ ദിസ് ഗ്രൂപ്പിംഗ് റെഫേഴ്സ് ടു അല്ലെ. നമ്മുടെ ABO ബ്ലഡ് ഗ്രൂപ്പിൽ ഓയുടെ പ്രത്യേകതയാണ് ചോദിച്ചിട്ടുള്ളത്. ആന്റിജൻസ് എന്താണ്? ആബ്സെൻസ് ആണ്. ആന്റിജൻ A ആൻഡ് B എന്തായിരിക്കും? അതില് ആബ്സെന്റ് ആണ്. സോ ആംഫീബിയൻസ് ഫസ്റ്റ് അപ്പിയർ ഇൻ. ആംഫീബിയൻസ് ഏത് കാലഘട്ടത്തിലായിരുന്നു ഫസ്റ്റ് അപ്പിയർ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിവോണിയൻ പീരീഡിലാണ് നമുക്ക് ആംഫീബിയൻസിനെ ഫസ്റ്റ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് വൺ ഈസ് ദ മെയിൻ സൈറ്റ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ ഇൻ ക്ലോറോപ്ലാസ്റ്റ്. ലൈറ്റ് റിയാക്ഷന്റെ മെയിൻ സൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ലൈറ്റ് റിയാക്ഷൻ നമ്മൾ മെയിൻ ആയിട്ട് എവിടെയാണ്? ഗ്രാനയിലാണ്. ഗ്രാനയിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ തൈലക്കോയിഡ് മെംബ്രെയിനിലാണ് ലൈറ്റ് റിയാക്ഷന് ഒക്കർ ചെയ്യുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് 103ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതായത് അവിടെ എഗെയിൻ അസേർഷൻ റീസൺ ആണ് തന്നിട്ടുള്ളത്. കാലിക്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതില് നമുക്ക് കണ്ടെത്തേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏത് എന്നാണ് കണ്ടെത്തേണ്ടത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സി ആണ്. എ ട്രൂ ആണ്, ബട്ട് അവിടുത്തെ റീസൺ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഇനി 104ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എഗെയിൻ നമ്മുടെ എൻവയോൺമെന്റൽ ഇഷ്യൂസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഓസോൺ ഡിപ്ലീഷൻ ആൻഡ് ഗ്ലോബൽ വാർമിംഗ് ഈസ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതും ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് അല്ലെ. ഓസോൺ ഡിപ്ലീഷൻ ഇൻക്രീസസ് UV റീച്ചിങ് എർത്ത് വൈൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ട്രാപ്പ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആൻഡ് കോസസ് ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ 104 ബി ആണ് കറക്റ്റ് ആൻസർ.
105ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ദ കൊഹിഷൻ ടെൻഷൻ തിയറി അസെന്റ് ഓഫ് സാപ്പ് ഒക്കേഴ്സ് മെയിൻലി ഡ്യൂ ടു, അസെന്റ് ഓഫ് സാപ്പ് മെയിൻ ആയിട്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം, ട്രാൻസ്പിറേഷൻ പുള്ള്. ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് മൈക്രോ പ്രൊപ്പഗേഷന്റെ കുറച്ചധികം സ്റ്റെപ്പുകളാണ്. അവ എന്ത് ചെയ്യണം, ഓർഡറിലാക്കുവാനായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമ്മളത് ഓർഡറിലാക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എ ആണ് വരുന്നത്. 106 എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് 107ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മിയോസിസ് റിസൾട്ട് ഇൻ, അല്ലെ, മിയോസിസ് എന്ന് പറയുന്ന ഡിവിഷൻ, ആ ഡിവിഷൻ എന്ന് പറയുന്നത് എത്ര സെൽസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അപ്പൊ മിയോസിസിന്റെ ഫലമായിട്ട് ഹാപ്ലോയിഡ് സെൽസ് ആണ് ഉണ്ടാവുന്നത്. സോ ഹാപ്ലോയിഡ് എന്നുള്ളത് ഒരൊറ്റ ഓപ്ഷൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ, അല്ലെ, ഹാപ്ലോയിഡ് എന്ന് പറയുന്നത്. സോ 4 ഹാപ്ലോയിഡ്സ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അഗെയിൻ 108ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കറക്റ്റ് പെയർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതാണ്? ആസ്റ്റാറ്റിൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള പെയർ. എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അതെന്ന് പറയുന്നത് ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ് ആണ്. സോ അത് റൈറ്റ് ആണ്. ഇനി 109 നോക്കാം നമുക്ക്. 109 BOD, അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻ ആണ്. BOD എന്ന് പറയുമ്പോൾ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഇനി നെക്സ്റ്റ് കണ്ടെത്തേണ്ടത് വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് വ്രോങ് എന്നുള്ളതാണ്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് വ്രോങ് ആയിട്ടുള്ളത്? ബയോറിയാക്ടേഴ്സ് ആർ യൂസ്ഡ് ഓൺലി ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ മാത്രമാണ് ബയോറിയാക്ടേഴ്സ് യൂസ് ചെയ്യുന്നതെന്നാണ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് വ്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ഫംഗസുകളിലും ആനിമൽസിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. വിച്ച് സ്റ്റെപ്പ് ഇൻ റീകോമിനന്റ് DNA ടെക്നോളജി പ്രിവെന്റിംഗ് സെൽഫ് ലിക്കേഷൻ ഓഫ് വെക്ടർ DNA ഡ്യൂറിംഗ് എന്താണ്? ജീൻ ക്ലോണിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സി ആണ്. ഡീഫോസ്ഫോറൈലേഷൻ ഓഫ് വെക്ടർ DNA യൂസിങ് ആൽക്കലൈൻ ഫോസ്ഫേറ്റസ് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് 111ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. സോ 112ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ വൈറ്റമിൻ പ്രസന്റ് ഇൻ NADP. NADPയിലെ വൈറ്റമിൻ ഏതാണ്? നിയാസിൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ATP yield in glycolysis. ഗ്ലൈക്കോലിസിസിലെ ATP yield എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ആണ്. എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദ പ്രൈമറി ഗ്രീൻ ഹൗസ് ഹാസ് റിലീസ്ഡ് ഫ്രം പാഡി ഫീൽഡ്. പാഡി ഫീൽഡിൽ നിന്നും റിലീസ് ചെയ്യുന്ന പ്രൈമറി ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് ഏതെന്ന് പറയുന്നത്? മീതെയിൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് BOD, ഹൈയസ്റ്റ് ആയിട്ട് BOD കാണുന്നത് ഏതിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് സീവേജിലാണ് നമുക്ക് ഹൈയസ്റ്റ് ആയിട്ട് BOD കാണുന്നത്. നെക്സ്റ്റ് എന്താണ്? സ്വിഫ്റ്റ് ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വിഫ്റ്റ് എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് സ്വിഫ്റ്റിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കറക്റ്റ് ആയിട്ട്? സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് റെസ്പിറേഷൻ. റെസ്പിറേഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒക്കർ ചെയ്യുന്നത് എവിടെയാണ്? സൈറ്റോപ്ലാസത്തിലാണ് എന്തെന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് നടക്കുന്നത്. നെക്സ്റ്റ് 199 ആണ്. എഗെയിൻ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റുകളിൽ കുറച്ച് ഡൗട്ട്ഫുൾ ആണ്. ചിലപ്പോൾ ഇത് ക്യാൻസൽ ആവാനൊക്കെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് നോക്കാം. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചിലപ്പോ ചേഞ്ച് ആവാൻ സാധ്യതയുള്ളതാണ്. എങ്കിലും നമുക്ക് സി ആണ് മോസ്റ്റ് കറക്റ്റ് ആയിട്ട് വരാനായിട്ട് സാധ്യതയുള്ളത്. 119. ആൻഡ് ഫൈനലി 120 എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോവിങ് കോമ്പിനേഷൻ ഈസ് ഇൻകറക്ട്ലി മാച്ച്ഡ്. ഇൻകറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാപ്ലോയിഡ് എൻഡോസ്പേംസ് ജിംനോസ്പേംസ് എന്നുള്ളതാണ് വ്രോങ് ആയിട്ട് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ നാച്ചുറൽ സയൻസിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് നമുക്ക് പെഡഗോളജിയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. Formulating a tentative explanation for an observed phenomenon is called C. Hypothesis ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് കംസ് അണ്ടർ വിച്ച് ആസ്പെക്ട് ഓഫ് യുനെസ്കോ 4 pillars ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ബി. ലേണിംഗ് ടു ഡു എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. 123. ഇതൊക്കെ ജസ്റ്റ് ആൻസർ മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. സോ 123ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കംപ്രൈസസ് സയൻസ് ആസ് എ പ്രൊഡക്റ്റ്.
123 കറക്റ്റ് ആയിട്ടുള്ളത് എ ആണ്, കൺസെപ്റ്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. 124 നോക്കാം. നെയിം ഓഫ് ദ വിർച്വൽ ക്ലാസ് ഇനിഷ്യേറ്റീവ് ഡെവലപ്ഡ് ബൈ കേരള ഗവൺമെന്റ്. കേരള ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള വിർച്വൽ ക്ലാസ്, അതിന്റെ നെയിം ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അറിയാം അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ബെല്ലാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് ക്വാളിറ്റി ഓഫ് എ ടെസ്റ്റ് എൻഷുർ ദാറ്റ് ഇറ്റ് മെഷർ ദാറ്റ് ആക്ച്വലി ഇന്റൻസ് ടു മെഷർ. 125 ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, വാലിഡിറ്റി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. 126 നോക്കാം. എ സ്റ്റുഡന്റ് എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ബിഹൈൻഡ് ദി unusual cold climate in Kerala, which domain of അല്ലെ ടാക്സോണമി പ്രസന്റ് ദിസ് ടാസ്ക്. അത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? 126 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഞാൻ പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് വായിച്ചു പറഞ്ഞു പോകാം. നെക്സ്റ്റ് 127ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ ടീച്ചർ പ്ലാൻസ് ആക്ടിവിറ്റീസ് ദാറ്റ് ഗ്രാജുവലി വിഡ്രോ സപ്പോർട്ട് വെൻ ലേണേഴ്സ് ഗെയിൻ കോമ്പറ്റൻസ്. ദിസ് ഇൻഡിക്കേറ്റ് ദി എഫക്ട് യൂസ് ഓഫ്. 127 ആൻസർ വരുന്നത് ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. 128ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് അമോങ് ദ ഫോളോയിങ് ഈസ് ആൻ ഇന്റഗ്രേറ്റഡ് പ്രോസസ് സ്കിൽ ഇൻ സയൻസ്. സയൻസിനെ സംബന്ധിച്ചിട്ടുള്ളത് 128ാമത്തെ ക്വസ്റ്റ്യൻ ബി ആണ്, എക്സ്പെരിമെന്റിംഗ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് 29ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹു ഈസ് കൺസേൺഡ് ആസ് എ ഫാദർ ഓഫ് കോൺജൻസി കൺസ്ട്രക്റ്റിവിസം. അല്ലെ, ഇതും എപ്പോഴും നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. 129ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 130, ഫോർമുലേറ്റീവ് അസസ്മെന്റ് ഈസ് പ്രൈമർലി യൂസ്ഡ് ടു മോണിറ്റർ സ്റ്റുഡൻസ് ലേണിംഗ് ആൻഡ് പ്രൊവൈഡിംഗ് ഓൺഗോയിങ് ഫീഡ്ബാക്ക് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. 131 നോക്കാം. ഈ സ്റ്റുഡന്റ് ഈസ് പ്രൊപ്പോസിംഗ് നോവൽ സൊല്യൂഷൻ ടു റെഡ്യൂസ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ സ്കൂൾ പെർമിസസ് വിച്ച് ഡൊമൈൻ ഓഫ്. അല്ലെ, അത് നെക്സ്റ്റ് അടുത്തൊരു നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് 131 എന്ന് പറയുന്നത്. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ക്രിയേറ്റിവിറ്റി ഡൊമൈൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, സി ആണ്. 132ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പില്ലർ ഓഫ് എഡ്യൂക്കേഷൻ എമോങ് ദ ഫോളോയിങ് എൻകറേജ് ഇൻഡിവിജ്വൽ ടു റിഫ്ലക്ട് ഓൺ ദി വാല്യൂസ്, ബിലീഫ്സ് ആൻഡ് ക്രിയേറ്റിവിറ്റി. 132ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് എ ആണ്, ലേണിംഗ് ടു ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. BSCS സ്റ്റാൻഡ് ഫോർ, ഇങ്ങനെ ഒരു എക്സ്പാൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ബയോളജിക്കൽ സയൻസ് കരിക്കുലം സ്റ്റഡി ആണ് BSCS എന്ന് പറയുന്നത്. പ്രൊവൈഡിംഗ് ബേസിസ് ഫോർ പ്രൊമോഷൻ ടു ദി നെക്സ്റ്റ് ഗ്രേഡ് ഇസ് ദ ഫങ്ഷൻ ഓഫ് അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. 135ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് പ്രിൻസിപ്പിൾ ഓഫ് കരിക്കുലം കൺസ്ട്രക്ഷൻ എംഫസൈസ് preparation for real life situations. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ യൂട്ടിലിറ്റി പ്രിൻസിപ്പിൾ ആണ് റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ആയി ബന്ധപ്പെട്ടുള്ളത്. സോ 135 സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് 36ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. According to the Bloom's revised taxonomy, breaking the concept into parts and understand how each part is related to one another come under. 136ാമത്തെ ആൻസർ എന്ന് പറയുന്നത് അനലൈസിംഗ് ആണ്, ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. 137, വിച്ച് അമോങ് ദ ഫോളോയിങ് ഇസ് ദ റെക്കമെൻഡേഷൻ ഓഫ് NCF 2005ന്റെ റെക്കമെൻഡേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. 137ന്റെ ആൻസർ എന്ന് പറയുന്നത് 3 ലാംഗ്വേജ് ഫോർമുലയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 138ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 138ന്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, 138 ഡി ആണ്. 139 നോക്കാം. 139ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് വെൻ റിഗാർഡിംഗ് ദി നേച്ചർ ഓഫ് സയൻസ്. അല്ലെ, ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബി ആണ് കറക്റ്റ് അല്ലെ, 2 and 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. 140 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എ മെയിൻ ഒബ്ജക്റ്റീവ് ഫോർ പില്ലർ ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു യുനെസ്കോ. യുനെസ്കോ അല്ലെ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 140 ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, ടു പ്രിപ്പയർ ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. 141 നോക്കാം. ഇൻ ദ എക്സ്പെരിമെന്റൽ മെത്തേഡ് വിച്ച് സ്റ്റെപ്പ് ഇൻവോൾവ് വെരിഫൈങ് ഓർ റിജക്ടിങ് ഹൈപ്പോത്തസിസ് എന്നുള്ളത് എ ആണ്, അനലൈസിങ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡേറ്റ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് 142ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം.
In the context of pedagogic analysis, sequencing refers to arranging content from the easiest to difficult, considering conjunctive readiness. 142 ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 143ലേക്ക് പോവുക. ദ ആക്ടിവിറ്റി വിച്ച് പ്രൊവൈഡ് മോസ്റ്റ് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഈസ് ഫീൽഡ് ട്രിപ്പ്. സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. 144 നോക്കാം. ദ ഡാൾട്ടൺ പ്ലാൻ വാസ് ഡെവലപ്ഡ് ബൈ. ഡാൾട്ടൺ പ്ലാൻ ഡെവലപ്പ് ചെയ്തത് ആരെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. 145 നോക്കാം. അഡ്വാൻസ് ഓർഗനൈസർ വാസ് പ്രപ്പോസ്ഡ് ബൈ. 145 അഡ്വാൻസ് ഓർഗനൈസർ വാസ് പ്രപ്പോസ്ഡ് ബൈ. എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. 146ലേക്ക് പോകാം. ദ സ്റ്റാറ്റ്യൂട്ടറി ബോഡി വിച്ച് എയിം ടു അച്ചീവ് പ്ലാൻഡ് ആൻഡ് കോർഡിനേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ സിസ്റ്റം ത്രൂ ഔട്ട് ദി കൺട്രി ഈസ് NCT ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇൻ വിച്ച് ഇയർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് NCERT എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ ആണ് 1961 NCERT എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, ദ ടീച്ചിങ് മെത്തേഡ് ദാറ്റ് മൂവ്സ് ഫ്രം പെർട്ടിക്കുലർ ടു ജനറൽ ബൈ ക്ലോസ്ലി ഒബ്സർവിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് എ നമ്പർ ഓഫ് കോൺക്രീറ്റ് എക്സാമ്പിൾസ് എന്നുള്ളതാണ് 148ാമത്തെ ചോദ്യം. എന്താണ്? ഇൻഡക്റ്റീവ്. ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ദ കൺസിസ്റ്റൻസി ഓഫ് ദ ടെസ്റ്റ് സ്കോർസ് ഫ്രം വൺ മെഷർമെന്റ് ടു അനദർ ഈസ് കോൾഡ് റിലയബിലിറ്റി. സോ 149 സി ആണ്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യന് 150ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോ ഏകദേശം നമ്മുടെ ഒരു നല്ല അത്യാവശ്യം എന്താണ് നല്ലൊരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരുപാട് ഈസി ആയിരുന്നില്ല, എന്നാൽ ഭയങ്കരമായിട്ടൊരു ഹാർഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സാം അല്ല. ആദ്യം പറഞ്ഞതുപോലെ തന്നെ മീഡിയം ലെവൽ ഓഫ് എക്സാം ആയിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഒഫീഷ്യൽ കീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒഫീഷ്യൽ കീ വരുന്ന സമയത്ത് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ക്യാൻസൽ ആയി പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര സ്കോഴ്സുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.